ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കർണാടകയിൽ നിന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനം അവിടുത്തെ 14 പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്ന ഏപ്രിൽ 26 നടന്നു കഴിഞ്ഞു. ഇനി 14 മണ്ഡലങ്ങളിലേക്കാണ് മെയ് 7 മൂന്നാം ഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത് രേവണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് രേവണ്ണ? HD രേവണ്ണ എന്ന് പറയുന്നത് ദേവഗൗഡയുടെ മകനാണ്. ദേവഗൗഡ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു വർഷം പ്രധാനമന്ത്രിയായിട്ടുള്ള, അതായത് അതേ പ്രധാനമന്ത്രിയായത് തന്നെ വലിയ കഥയാണ്. കാരണം CPM ചെയ്ത ചരിത്രപരമായ ഒരു മണ്ടത്തരം, ജ്യോതി ബസു എന്ന് പറയുന്ന സാക്ഷാൽ ജ്യോതി ബസുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ CPM-ന് ലഭിച്ച അവസരം പാഴാക്കിക്കൊണ്ട് അവർ വെച്ചു കൊടുത്തതാണ്, കൈവെള്ളയിൽ വെച്ചു കൊടുത്തതാണ് HD ദേവഗൗഡക്ക് പ്രധാനമന്ത്രി സ്ഥാനം. ഒരു വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ HD ദേവഗൗഡ എന്ന് പറയുന്ന മൈസൂർ മേഖലയിൽ, പ്രത്യേകിച്ച് കർണാടകയിലെ വെക്കലിംഗ സമുദായത്തിനകത്ത് വലിയ സ്വാധീനമുള്ള ഈ HD ദേവഗൗഡയുടെ മകൻ, HD രേവണ്ണയുടെ മകനാണ് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന വ്യക്തി, പ്രജ്വൽ രേവണ്ണ. അദ്ദേഹം ദേവഗൗഡ എത്രയോ കാലങ്ങളായി മത്സരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ മണ്ഡലമായിരുന്ന ഹാസൻ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം ഇപ്പോൾ ഹാസൻ മണ്ഡലത്തിൽ HD രേവണ്ണയാണ് സ്ഥാനാർത്ഥി. അവിടെ ഈ 26 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഈ വിവാദങ്ങളെ തുടർന്ന് രേവണ്ണ ജർമ്മനിയിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണ എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള വിവാദം? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരുൾപ്പെടെ, സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ, പൊതുപ്രവർത്തനം എന്ന രീതിയിൽ കാണാൻ വരുന്ന ആളുകളെ ദുരുപയോഗം ചെയ്തിട്ട് അവരുടെ വീഡിയോകൾ പകർത്തി, അശ്ലീല വീഡിയോകൾ പകർത്തി, അവരുടെ സമ്മതമില്ലാതെ അവരുടെ വീഡിയോകൾ പകർത്തിയ ആയിരക്കണക്കിന് ടേപ്പുകളാണ് അത്ര കർണാടകയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇതിൽ ഇടപെട്ടു. മുഖ്യധാരാ മാധ്യമങ്ങളോടൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ പബ്ലിക്കിൽ അവൈലബിൾ ആണ്. 3000-ഓളം വീഡിയോ ക്ലിപ്പുകളുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 200-ഓളം വനിതകളാണ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കർണാടക രാഷ്ട്രീയം കലങ്ങിമറിയണം. ഇത് കുറച്ച് മാസങ്ങളായി തന്നെ കർണാടകയിൽ ഈ വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പൊട്ടിപ്പുറപ്പെട്ട് ഈ രീതിയിൽ പൊട്ടിത്തെറിക്കപ്പെട്ടത് ഇപ്പോഴാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെയാണ് ഹാസൻ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇത് പ്രചരിക്കപ്പെട്ടത്. ഇപ്പോൾ വലിയ വിവാദമായിരിക്കണം. മാത്രമല്ല, ഏപ്രിൽ 13 മറ്റോ ഈ ഹാസൻ മണ്ഡലത്തിലെ പ്രജ്വൽ രേവണ്ണയുടെ പ്രചരണത്തിന് നരേന്ദ്രമോദി വന്നിരുന്നു. എന്നിട്ട് വലിയ റാലിയിൽ ഈ രേവണ്ണയുടെ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് മോദി പരിവാറാണ്, പ്രജ്വൽ രേവണ്ണക്ക് നൽകുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിയെ ശക്തിപ്പെടുത്തും എന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. മോദി പരിവാറിനാണ് നിങ്ങളുടെ വോട്ട് എന്നൊക്കെ പറഞ്ഞ് കർണാടകയിൽ പ്രചരണം നടത്തി. കാരണം JDS ഇപ്പോൾ കർണാടകയിൽ BJPയുടെ സഖ്യകക്ഷി കൂടിയാണ്. ആ JDS കേരളത്തിൽ LDFൻ്റെ സഖ്യകക്ഷിയാണെന്നുള്ളത് മറ്റൊരു വിരോധാഭാസം. ഏതായാലും ഇപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ കൂടി ആളായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ടിരിക്കുന്നത് ചില്ലറ കേസിലല്ല. വന്നിരിക്കുന്നത് 1-2 വീഡിയോ അല്ല. ഇനി ഒരു വീഡിയോ വന്നാലും 1000 വീഡിയോ വന്നാലും തെറ്റ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. 200-ഓളം വനിതകളാണ് ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു MP ആണ് അദ്ദേഹം, ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്. ഇദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളെ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ വീഡിയോ എടുത്തിട്ട്, ആ വീഡിയോ വെച്ചിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് തൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഒരു സൈക്കോ ശ്രമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് മാറിയിട്ടുണ്ട്. ഇത് കർണാടകയിൽ ഈ വിവാദം ഒതുങ്ങുമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിലെ മഹാരാഷ്ട്ര മേഖലയിലുള്ള മുംബൈ, കർണാടക ഉൾപ്പെടെയുള്ള മേഖലയിൽ 14 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ എല്ലാം ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയരണം. ഇത്തവണ കർണാടകയിൽ പൊതുവെ NDAക്ക് ഒരു പിന്നോട്ടടി ഉണ്ടാകും എന്ന് പല സർവേകളും പ്രചരിക്കുന്നുണ്ട്. മാത്രവുമല്ല, സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മികച്ച ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള സിദ്ധരാമയ്യയുടെ 5 ഗ്യാരണ്ടികൾ, അത് മോദിക്ക് ഗ്യാരണ്ടിയേക്കാൾ കർണാടകയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഗ്യാരണ്ടികളാണ്. ആ ഗ്യാരണ്ടികളിൽ ഊന്നിയാണ് അവിടുത്തെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വലിയ വെല്ലുവിളി നരേന്ദ്രമോദിക്ക് ഉയർത്തുന്നുണ്ട്. കർണാടകയ്ക്ക് മറ്റൊരു സ്വഭാവമുണ്ട്. പൊതുവെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
അവർ BJPക്ക് അനുകൂലമായാണ് 999 മുതൽ ഈ കർണാടക ചിന്തിക്കുന്നത്, BJPക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്താണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഈ സിദ്ധരാമയ്യയുടെ 5 ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ട് ശക്തമായ പ്രചരണം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് അനുകൂലമായി ചില ഘടകങ്ങളെങ്കിലും കർണാടകയിൽ ഉണ്ട് എന്ന് പോളുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വലിയ വിവാദമായിട്ട് ഇത്തരത്തിൽ വിവാദം വരുന്നത്. അതും BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള GDS മാത്രമല്ല, നരേന്ദ്രമോദി വന്നിങ്ങനെ പ്രസംഗിച്ചിരിക്കുന്നു. ഇത് കർണാടകയിൽ വലിയ ഓളം സൃഷ്ടിക്കുന്നു. വലിയ വെല്ലുവിളിയാണ് നരേന്ദ്രമോദിക്കും BJPക്കും ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കർണാടക വിട്ട് പുറത്ത് തെലങ്കാനയിലും അതുപോലെ തന്നെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മേഖലയിലും ഇത് വലിയ വിവാദമാകും. കാരണം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഇതുപോലെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ആ ഇരകൾക്കൊപ്പം, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊപ്പം അദ്ദേഹം നിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ആളാണ്, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത്? അപ്പോൾ ഈ രീതിയിൽ രാജ്യം അത് ചർച്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വരും നാളുകളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ NDA മുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പൊതുവെ രാജ്യത്ത് BJPക്കെതിരായിട്ടുള്ളൊരു തരംഗം നിലനിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടി വരുന്നത് NDA മുന്നണിക്ക്, നരേന്ദ്രമോദിക്ക് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.